കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. പശ്ചിമേഷ്യൻ സംഘർഷവും വ്യോമപാത നിയന്ത്രണത്തെയും തുടർന്ന് കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രതിസന്ധിയിലായിരുന്ന കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള രാജ്യാന്തര സർവീസുകൾ സാധാരണ നിലയിലേക്ക്. ജൂലൈ 1 മുതൽ ഗൾഫ് മേഖലയിലേക്ക് മാത്രം ആഴ്ചയിൽ 69 സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. വിവിധ വിമാന കമ്പനികൾ സർവീസുകൾ പഴയപടിയാക്കാൻ തയ്യാറായതോടെ വടക്കൻ മലബാറിലെ പ്രവാസികൾക്കും ബിസിനസ് യാത്രികർക്കും ഇത് വലിയ ആശ്വാസമാകും. UAE, ഖത്തർ, സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളിലെ പ്രധാന നഗരങ്ങളിലേക്ക് കണ്ണൂരിൽ നിന്നുള്ള വിപുലമായ അന്താരാഷ്ട്ര ശൃംഖലയാണ് ജൂലൈ മുതൽ സജ്ജമാകുന്നത്. പുതുക്കിയ ടൈം ടേബിൾ പ്രകാരം പ്രമുഖ ഗൾഫ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സർവീസുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അബുദാബിയിൽ ആഴ്ചയിൽ 14 സർവീസുകൾ, ഷാർജയിൽ ആഴ്ചയിൽ 12 സർവീസുകൾ, ദോഹ ആഴ്ചയിൽ 10 സർവീസുകൾ, ദുബായ് ആഴ്ചയിൽ 9 സർവീസുകൾ, ഫുജൈറ ആഴ്ചയിൽ 7 സർവീസുകൾ, മസ്കറ്റ് ആഴ്ചയിൽ 4 സർവീസുകൾ, റിയാദ്, റാസൽ കൈമ, കുവൈറ്റ് ആഴ്ചയിൽ 3 സർവീസുകൾ വീതം, ജിദ്ദ, ബഹ്റൈൻ ആഴ്ചയിൽ 2 സർവീസുകൾ വീതം. യാത്രക്കാർക്ക് കൂടുതൽ സമയക്രമീകരണ സാധ്യതകളും മികച്ച കണക്ടിവിറ്റിയും നൽകാൻ ഈ പുതിയ പ്രതിവാര ഷെഡ്യൂളിലൂടെ സാധിക്കുമെന്ന് കിയാൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. രാജ്യാന്തര റൂട്ടുകൾക്ക് പുറമെ കണ്ണൂരിൽ നിന്നുള്ള ആഭ്യന്തര വിമാന സർവീസുകളും കരുത്താർജിച്ചിട്ടുണ്ട്. പ്രവാസികൾക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റ് എളുപ്പമാക്കുന്നതിനായി എയർ ഇന്ത്യ എക്സ്പ്രസ് തങ്ങളുടെ ബംഗളൂരു സർവീസുകൾ പുനരാരംഭിച്ചു. ഇതോടൊപ്പം ഇൻഡിഗോ ഹൈദരാബാദിലേക്ക് പുതിയ സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാന വാണിജ്യ ട്രാൻസിറ്റ് ഹബ്ബുകളിലേക്കുള്ള യാത്ര ഇത് കൂടുതൽ എളുപ്പമാക്കും. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.